അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായില്ലൊരു ലോങ് വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാനും ആദിത്യയും വൃന്ദയും കൂടിയിട്ടൊന്ന് കോഴിക്കോടേക്ക് പോവാണ്. ഒരു ചെറിയൊരു സാധനം വാങ്ങാനുണ്ട്. അതെൻ്റെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ ഹൗസ് വാമിങ്ങിന് കൊടുക്കാനാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം തോന്നി. ആദ്യം വിചാരിച്ചു സൺഡേ അല്ലേ, അപ്പോൾ ഇന്ന് റൂമിൽ തന്നെ കിടന്നുറങ്ങി വിശ്രമിച്ച് അങ്ങനെയൊക്കെ ഇരിക്കാമെന്ന് കരുതിയതായിരുന്നു. ഇവിടെ ആദിത്യ ബീഗമാണ് ഗൈസ്. ഇവിടെ ബീഗല്ല, എന്നാലൊരു വൃന്ദ കുലസ്ത്രീ. അയ്യോ, ഞാനൊന്നും പറയാൻ പാടില്ല. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് റൂമിൽ തന്നെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു പ്ലാൻ മാറിയത്. അപ്പോൾ ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി പോവാണ്. എന്താ എന്നാ ഗായ്സ്, ഇനി 2-3 ദിവസം കൂടിയിട്ടേ ഉള്ളൂ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ. കോഴ്സ് കംപ്ലീറ്റ് ആയി. നാളെ വൈവയാണ്. വൈവ പിന്നെ കുഴപ്പമില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയ പ്രൊജക്റ്റ് ആയതുകൊണ്ട് എന്ത് ചോദിച്ചാലും പറയാൻ പറ്റും എന്നുള്ളൊരു ധാരണയിലാണ് ഉള്ളത്. നോക്കാം. ഞങ്ങൾക്കിനി ഇവിടുന്ന് കോഴിക്കോടേക്ക് ബസ് കയറണം. പ്രിയദർശിനി കിട്ടുമോ നോക്കണം. പിന്നെ എൻ്റെ ഒരു ഇതിൽ വെച്ചാൽ പ്രിയദർശിനി ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അന്ന് ഞാൻ വന്നപ്പോഴേക്കൊന്ന് കിട്ടി, പക്ഷേ ബസ്സുകൾ കുറവാണ്. സൂപ്പർ ഫാസ്റ്റല്ല കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് ഉണ്ടാവുക, ബസ് കുറവാണ്. നമുക്ക് നോക്കി നോക്കാം. പ്രിയദർശിനി കിട്ടുകയാണെങ്കിൽ അതിൽ കയറാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബസ്സിന് പോവാം. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഒന്നുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തൊക്കെയല്ലേ പറയണേ. അപ്പോൾ എന്താ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനെല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞാൻ വിചാരിച്ചത് ഹൗസ് വാമിങ് അല്ലേ, അപ്പോൾ നമ്മൾ കൊടുക്കണൊരു സാധനം ഇത്തിരി യൂസ്ഫുൾ ആവണം, പക്ഷെ കാണുമ്പോൾ ഇത്തിരി ഭംഗി ഉണ്ടാവണം. അപ്പം ഞാൻ വെച്ചേ ഈ കാറ്റൊക്കെ അടിക്കണ സമയത്ത് കിളിങ്ങണ ആരും ഉമ്മറത്ത് കെട്ടി തൂക്കുന്ന ആ ഒരു സാധനം, അതിൻ്റെ പേരെന്തായിരുന്നു? എനിക്ക് പേരറിയില്ല. പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ആ ഒരു സാധനമാണ് ഞാൻ ആദ്യം വാങ്ങാൻ വിചാരിച്ചേ. പിന്നെന്തായി ഓല. പിന്നെ വിചാരിച്ചു കുബേർ കുഞ്ചി പോലെ എന്തെങ്കിലും വെക്കാൻ പറ്റിയ സാധനം ഹാളിലൊക്കെ വെക്കുമ്പോൾ ലിവിങ്ങിൽ കയറുമ്പോൾ തന്നെ. ബുദ്ധൻ നല്ലൊരു ഇതായിരിക്കും അല്ലേ. പക്ഷെ ബുദ്ധൻ എന്താ അറിയോ, ഭയങ്കര പൈസ. ഇത് ഞാൻ ഈ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടാ ഞാൻ ചിലപ്പോൾ ഈ വ്ളോഗ് ഇടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എന്നെ പറ്റി എന്താ വിചാരിക്കും ഗൈസ്. അപ്പോൾ ബുദ്ധൻ അങ്ങനെ എന്തെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. അത് ഓരോ പ്രാവശ്യം കാണുമ്പോഴും എന്നെ ഓർക്കണം. ബുദ്ധനോ? നമുക്ക് രണ്ടും നോക്കാം. രണ്ടും വില കുറവിന് കിട്ടുവാണെങ്കിൽ രണ്ടും വാങ്ങാം. ആരി പറയണേ. ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ്, യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസാണ്. ഇനിയിപ്പോൾ ഞാൻ ഭാവിയിലെങ്ങാനും വലിയ ഒരു യൂട്യൂബർ ആണെങ്കിൽ അമ്മ അങ്ങനെയൊക്കെ ആവട്ടെ കേട്ടോ, എൻ്റെ ഒരു ആഗ്രഹം അതൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഗസ്റ്റായിട്ടൊക്കെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ വന്നിട്ട് താമസിക്കണം. ഞാൻ ഇടക്കിടയ്ക്ക് ഇവരുടെ അടുത്ത് പറയാറുണ്ട്. ഹായ് ഗായ്സ്, ഇതാ എൻ്റെ ഫ്രണ്ട് നടന്നു വരുന്നു, കാണിച്ചു തരാം. എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. പോയിട്ട് വരികയാണെങ്കിൽ പോകാൻ പോവുകയാണ് ഗായ്സ്. അവളെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചീനെ ഇപ്പൊ ഞങ്ങള് ഓളെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി വന്ന സമയത്ത് കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ഓള് പറഞ്ഞു SM പോയിട്ട് വരുന്ന സമയത്ത് ഈ വെള്ള ഹൽവ വാങ്ങിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പം അത് വാങ്ങിക്കൊണ്ട് കൊടുക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പറ്റുകയാണെങ്കിൽ അതെ, വേറെ ആട്ടം നോക്കിയിരിക്കാൻ വേണ്ടി വരുന്നതാണ് ഗൈസ്. പിന്നെ പറ്റുകയാണെങ്കിൽ ഒന്ന് ബീച്ചിൽ പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറയണ്ടായിരുന്നു. ഞാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞാൻ വലിയൊരാളാവട്ടെ. ആളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാവണമെന്ന് പ്രാർത്ഥിക്കും. ഞാൻ വാങ്ങി തരാൻ വേണമെങ്കിൽ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എല്ലാവരും രക്ഷപ്പെടട്ടെ, ആരും നശിക്കരുത്. അപ്പം ഞാൻ പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ ബസ് കയറട്ടെ, ബസ് നോക്കട്ടെ, ഉണ്ടോ നോക്കട്ടെ. അയ്യോ ഗൈസ്, നടന്ന് പൊരി വെയിലത്ത് ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ട് അവിടുന്ന് നടന്നു. വെയിൽ പറഞ്ഞ മുട്ട വെയിൽ കണ്ടോ, ഫാനടിച്ച്.
അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഉള്ളിൽ കൂടി കയറാമെന്ന് വിചാരിച്ചു. നടക്കുകയാണ് ഗൈസ്. നല്ല വെയിലുണ്ട്. അതിനിടയ്ക്കാണെങ്കിൽ ഇന്ന് ഒരു കാലത്ത് സാധാരണ ഞാൻ ഷൂ വാങ്ങിയതിന് ശേഷം അങ്ങനെ ഇട്ടിട്ടേ ഇല്ല കേട്ടോ. 1-2 പ്രാവശ്യം കണ്ട് ഇട്ടിട്ടുള്ളൂ. ഇന്നിട്ടപ്പിക്ക് കാല് വേദനിക്കുന്ന കാഴ്ച, അതുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എല്ലാം മണ്ടത്തരം ചെയ്യാൻ ഞാൻ കൂടെ ഉണ്ടാവും. ഇല്ല, ഞാൻ ഞാൻ കുറച്ചുകൂടി ഇന്നത്തെ ഡ്രസ്സിങ് ഇത്തിരി കുറച്ചുകൂടി ഓക്കെ ആണ്. അപ്പോൾ പിന്നെ മൊത്തത്തിലൊന്ന് സെറ്റാക്കാൻ കരുതിയിട്ടാണ് ഞാൻ ഷൂ ഒക്കെ ഇട്ടത്. പക്ഷെ നോക്കുമ്പോഴേക്കും കാല് മൊത്തം പോയിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്താലോ? നമ്മളൊന്ന് ക്രോസ് ചെയ്യട്ടെ ഗൈസ്. ഇന്ന് നടക്കാൻ നല്ല രസമുണ്ട്. ഇപ്പുറത്ത് ഞങ്ങൾ വന്നു. ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ ആടിപ്പാടി വണ്ടികൾ ഇതൊന്നുമില്ല, അങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ ഷൂ എനിക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താ കാട്ടേണ്ട അറിയില്ല. നമ്മൾ വൈകുന്നേരത്തെ കോഴിക്കോട് ഓക്കെ. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം. എനിക്ക് ഷൂ ഒന്ന് റെഡിയാക്കിയേ പറ്റൂ. നോക്കട്ടെ. ഇതിലൂടെ കയറാൻ പറ്റില്ലേ? ഈ വഴിക്ക് പോവാം. ഞങ്ങളിതിൽ കയറട്ടെ ഗൈസ്. കോഴിക്കോട് നഗരസഭ. നമുക്കിതിൽ കയറാം. ഇടയിലൊന്ന് എനിക്ക് ഇരിക്കണം. ടോയ്ലറ്റൊക്കെ ഉണ്ട്. സാധാരണ ഇതിൻ്റെ അപ്പുറത്ത് വഴി കൂടിയാണ് നമ്മൾ വരാറ്. കാണുന്നുണ്ടോ? പക്ഷെ സൺഡേ ആയിട്ട് പ്രതീക്ഷിച്ചത്ര ആളില്ല. സാധാരണ സൺഡേ ഒക്കെ ഇവിടെ ഇങ്ങനെ നല്ല തിരക്കായിരിക്കും. പക്ഷെ സൺഡേ ആളില്ല. അത്യാവശ്യം ആളുണ്ട് ഗൈസ്. നല്ല രീതിക്കാണല്ലോ. ഞാൻ ഇവിടെ ഇരിക്കട്ടെ, ഇരുന്നിട്ട് എൻ്റെ ഷൂ ഒന്ന് റെഡിയാക്കട്ടെ. എടി ഇവിടെ ഇരുന്നാലോ? അയ്യോ, അവിടെ ഇരുന്ന കുഴപ്പമില്ല. നല്ല സുഖമുണ്ട് കേട്ടോ. ഞാൻ വലിച്ചു കയറ്റിട്ടാ. എന്തിന്റെ സുഖമായിരുന്നു. ഞാൻ കുഞ്ഞു വിരലൊക്കെ ഇല്ല. ഈ 4 വിരല് അതൊക്കെ കിടന്നിട്ട് ഇങ്ങനെ വിങ്ങ ഇട്ടട്ടെ ഗൈസ്. ഓക്കെ ഞാൻ തോന്നുന്നു. ഫൈനലി ഞാൻ എൻ്റെ സോക്സ് ഞാൻ റെഡിയാക്കി. ഇനി ഈ വഴിക്ക് നമുക്ക് പുറത്തേക്ക് പോവാം. ഇതൊക്കെ എൻ്റെ നൊസ്റ്റു സംഭവങ്ങളാണ്. കാരണം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ ഫുൾ ഇതിലായിരുന്നു ഗൈസ്. ഫൈനലി ഞങ്ങൾ മിഠായി തെരുവിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഹായ് എടി ചെടി ഗൈസ്. എൻ്റെ വീക്ക്നെസ് ആണ് ഈ സാധനം. പക്ഷേ എന്ത് ചെയ്യാനാ, ഇപ്പൊ വാങ്ങിയാൽ ശരിയാവില്ല. ഇവിടെയുണ്ടല്ലേ, ഇവിടെയൊക്കെ ഉണ്ട് ഗൈസ്. അയ്യോ, മുല്ലച്ചെടി, മുല്ലേൻ്റെ തയ്യോ. വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഒക്കെ ഞാൻ വാങ്ങിയേനെ. ഇതിപ്പോൾ ഹോസ്റ്റലിലായിപ്പോയി. കാരണം ഇത് വാങ്ങിയിട്ട് ചിലപ്പോൾ ഉണങ്ങിപ്പോയാൽ ഞാൻ എന്താക്കും. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. എൻ്റെ കൂടെ വന്ന 2 എണ്ണം ചത്ത് നടക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും എനർജി ആവാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം ഗൈസ്. ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തോണ്. ഇതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫുൾ മറ്റേ സാധനമല്ലേ ഉള്ളൂ. എന്താ ഡ്രസ്സുകളല്ലേ ഉള്ളൂ. നമുക്ക് ഈ വഴിക്കൊന്ന് പോയി നോക്കിയാലോ? ഈ വഴിക്ക് ഇവിടൊക്കെ കുറേ കുപ്പായുണ്ട് കേട്ടോ. മാക്സിമം എനിക്ക് വേണ്ട ഗായ്സ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ, ഇത് നാഗവല്ലിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ല ഭംഗിയുണ്ട്. ഒരുപാട് നല്ല നല്ല സാധനം. നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ വില ചോദിച്ചു നോക്കാം. നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച സാധനം നോക്കാം, അല്ലെങ്കിൽ ഫുൾ കൺഫ്യൂഷനായി പോകും ഗൈസ്. അതുകൊണ്ട് നല്ല നല്ല മാക്സികളുണ്ട്. വേണ്ട ഗൈസ്. നല്ല രസമുണ്ട്. ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ ഈ ഡ്രസ്സ്. ഹായ്, നിങ്ങളൊന്ന് പരിധി നോക്കട്ടെ ഗൈസ്. ഗൈസ്, ഈ മാക്സി, നല്ല ക്യൂട്ടായിട്ടുള്ള മാക്സികളൊക്കെ എന്നെ വല്ലാണ്ട് ആകർഷിക്കുകയാണ്.
പൊക്കോട്ടെ. എന്താ കാട്ടണേ അമ്മേ? നല്ല രസമുണ്ട്, നോക്കാം. ഇതിൻ്റെ അകത്തൂടി നടക്കുമ്പോൾ വല്ലാത്തൊരു ഫീലുണ്ട്. ഞാൻ ഡിഗ്രിക്ക് ക്രിസ്ത്യൻ കോളേജിലായിരുന്നു. അപ്പോൾ ഉച്ചക്കത്തെ പീരീഡൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടാ വരിക. അയ്യോ, ഇവരൊക്കെ ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ പൈസയൊക്കെ ആയിട്ട് വരുന്നതായിട്ട് ഫീലുണ്ടാവുന്നത്. വ്ളോഗുകാരിയാണ്. നല്ല രസമുണ്ട് ഗൈസ്. കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ വരുന്നത്. ഇവിടെ കയറണം. നല്ല ടോപ്പ് വേണ്ട, അത് ചിലപ്പോൾ കയറിയിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടി തോന്നും. നടക്കാണ് ഗൈസ്. ഞങ്ങൾ വന്ന കാര്യം വേറെ ആയിരുന്നു, പക്ഷേ ചെറുതായിട്ട് മാറിപ്പോകുന്നുണ്ട്. നല്ല കളക്ഷൻ. പെട്ടിയാ വേണോ? സൺഡേ മാൾ എന്തിനാന്നറിയില്ല. ഞങ്ങള് ഒരു ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും നോക്കിയിട്ട് അങ്ങനെ വന്നത്. എന്താ നോക്കട്ടെ ഗൈസ്. ഇവിടെ മൊത്തം ഇങ്ങനത്തെ സാധനമുള്ളൂ കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എല്ലാം വാങ്ങാൻ തോന്നുന്നുണ്ട്. നല്ല പാട്ടൊക്കെ ഉണ്ട്. നോക്കട്ടെ ഗായ്സ്. പോയ സാധനം കിട്ടിയില്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കിട്ടി, കാണിച്ചു തരാം. നല്ല രസമല്ലേ? ഉദ്ദേശിച്ച സാധനമല്ല ഇപ്പൊ കിട്ടിയിരിക്കണത്. ഇത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായി തോന്നുന്നത്. ഹാൻഡ് മെയ്ഡാണ്, ക്യൂട്ടായി തോന്നിയപ്പോൾ ഞാൻ വാങ്ങിയത്. പക്ഷെ പോയ സാധനം കിട്ടിയില്ല. അതുകൊണ്ട് വട്ടത്തിലും നീളത്തിലും ത്രികോണത്തിലും പിന്നെ ഏതാ ചതുരത്തിൽ പിന്നെ അങ്ങനെ എല്ലാ രീതിക്കും ഞങ്ങൾ മൂഞ്ചിരിക്കുകയാണ്. ഞാൻ വേറെ കടയിലൂടെ ഒന്നുകൂടി ഒന്ന് തപ്പി നോക്കട്ടെ, കിട്ടുമോന്ന് അറിയില്ല, നോക്കാം. പക്ഷെ ഇത് ഭയങ്കര ക്യൂട്ടല്ലേ? കമന്റ് ചെയ്യണേ, ക്യൂട്ടാണോ? ഹൽവ വാങ്ങാൻ വന്നിരിക്കണോ ഗൈസ്? കൊള്ളാം. കാണുന്നുണ്ടോ? കാണുന്നില്ല. അങ്ങനെ ഗൈസ് ഹൽവയും കൂടി വാങ്ങി ഇറങ്ങി. അതിന്റെ കൂടെ ഒരു ഓ മൈ ഗോഡ്, ഇതിലൂടെ ഞാനിങ്ങനെ പറഞ്ഞു നടന്നാൽ ചിലപ്പോൾ ഞാൻ വണ്ടീൻ്റെ അടിയിൽ പെടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ വിചാരിക്കുന്ന ഒന്ന് ബീച്ചിൽ കൂടി പോവാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പം പോട്ടെ, ഭയങ്കര ബ്ലോക്കാണ്. മറ്റേ സാധനം ഇടാനൊരു കവർ കൂടി കിട്ടിയിട്ടാ. നടക്കട്ടെ ഗൈസ്. നിങ്ങൾ ആ ദൂരെ സൺസെറ്റ് കാണുന്നുണ്ടോ? അപ്പോഴേക്കും അവിടെ നിങ്ങളത് കാണുന്നുണ്ടോ? അതാ മാനാഞ്ചിറ സ്ക്വയർ, റെയിൽവേ ട്രാക്ക്, ബീച്ച്, ആ അവസ്ഥയാണ്. നല്ല ഭംഗിയുണ്ട്. ഇതാണ് കേട്ടോ മാനാഞ്ചിറ സ്ക്വയർ. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്, കണ്ടവർക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ ഞങ്ങൾ നടക്കട്ടെ, നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാൻ. എന്നെ ചീത്ത പറയണു ഗൈസ് ആദിത്യ, വണ്ടി വരുമ്പോ വ്ളോഗ് എടുക്കുന്നതിന്. നിങ്ങൾ കമന്റ് ചെയ്യ, ഒരു വ്ളോഗർ എല്ലാം പ്രതിസന്ധികളും. ഓ അതെ ഗൈസ്, ജീവനാണ് വലുത്. ജീവൻ ഉണ്ടെങ്കിലേ വ്ളോഗ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവള് പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഓക്കെ, നടക്കട്ടെ. ഇവിടെ ടൗൺ ഹാളിൽ എന്തോ പരിപാടി നടക്കണ്ടല്ലോ, പോയി നോക്കിയാലോ, ഫുഡ് കിട്ടിയാലോ. നടക്കട്ടെ ഗൈസ്. ഇവിടെ കോഴിക്കോട് ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഭാസ്കരേട്ടൻ്റെ പാൽ സർബത്ത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സാധനം. കുടിച്ചോരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇവർക്കത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പം വാങ്ങിക്കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയിക്കാം. നമ്മുടെ പാരഗണിലെ ബീച്ച് റോഡില്ലേ, കണ്ണൂർ റോഡ്, അവിടെയുള്ള പാരഗണിലെ തൊട്ട് ഫ്രണ്ട് തന്നെയാണ്. തുറന്നിട്ട് ഓപ്പൺ ആണോ എന്നൊന്നും അറിയില്ല. ഓപ്പൺ ആയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇവരെന്നെ പഞ്ഞിക്കിടും ഗൈസ്. അയ്യോ വയ്യ. നോക്കട്ടെ ഗൈസ്, നല്ല തിരക്കുണ്ട്
ഗായ്സ് പഞ്ഞി കിട്ടില്ല, അത് തുറന്നിട്ടില്ല. ഓരെന്നെ നോക്ക് ഗായ്സ്, കണ്ടോ? എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ അറിയില്ലല്ലോ ഞായറാഴ്ച സൺഡേ ഓഫ് വന്നു, പക്ഷെ അന്ന് വന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. നല്ല ഒരു നമ്മൾ കുറേ നേരം ഇങ്ങനെ നടന്നിട്ടൊക്കെ വന്നിട്ട് അങ്ങനെ കുടിക്കണ സമയത്ത് നല്ല രസമാണ്, നല്ല റിഫ്രഷ്മെന്റ്. അതെ അതെ, ഞാനോടി പറ, ബാക്കിയുള്ള കടക്കാരൊക്കെ നമ്മളെ പഞ്ഞിക്കിടും. പക്ഷെ നല്ല സർബത്ത്. നിങ്ങൾ കോഴിക്കോട് വരുന്ന ആൾക്കാർ മസ്റ്റ് ട്രൈ ഭാസ്കരേട്ടൻ്റെ മിൽക്ക് സർബത്ത് കേട്ടോ, അതന്നെ കഴിക്കാൻ നോക്കണേ, നല്ലത്. ഞങ്ങൾ പോട്ടെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മിൽക്ക് സർബത്ത് കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് വേറൊരു കടയിലേക്ക് വന്നിരിക്കുകയാണ്. ചേട്ടന്മാരെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക, വെയിറ്റിംഗ്. വിശപ്പിൻ്റെ വിളിയാണ് നിങ്ങൾ ഈ മുഖത്ത് കാണുന്നത്. കാല് വേദനിക്കുന്നതിൻ്റെ ഒരു സംഭവമാണ്, അതുമാണ് നിങ്ങളുടെ മുഖത്ത് കാണുന്നത്. നാണാണ് ഗൈസ് ഇവർക്ക്. എൻ്റെ ഒരു വ്ളോഗറിൻ്റെ കൂടെ നടക്കുമ്പോൾ നാണം പാടുണ്ടോ? പാടില്ല, പാടില്ല. നമുക്കുള്ള നോക്കട്ടെ, ഞങ്ങൾക്കായിരിക്കണം. അപ്പോൾ സാധനം കിട്ടി കൊടുത്തു. അങ്ങനെയുണ്ട്, ഫീഡ്ബാക്ക് പറ. ഫീഡ്ബാക്ക് പറ. നല്ലതാ, നല്ലതാ. കുടിക്കട്ടെ ഗൈസ്. കുടിച്ചു ഗൈസ്. 30 ഉറുപ്പികയുള്ളൂ കേട്ടോ ഒന്നിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കുടിച്ചപ്പോഴേ വയറങ്ങ് ഫില്ലായി. ഇനി ബീച്ചിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാൽ എന്ത് ചെയ്യും അറിയില്ല, നോക്കട്ടെ. ഗൈസ് ഫൈനലി നമ്മള് ബീച്ചിലെത്തി. പക്ഷേ ഞങ്ങൾ വരുന്ന സമയത്ത് മറ്റവിടെ സൂര്യനെ കാണിച്ചെന്നില്ലേ, ഞങ്ങളിവിടെ നടന്നെത്തിയപ്പോഴേക്കും സൂര്യൻ്റെ വഴിക്ക് പോയി ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കുറച്ചേരി ഇരിക്കണം. ഞങ്ങൾ അവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയതാ. ബസ്സിൽ കുറച്ചേരി ഇരുന്നു, അത് കഴിഞ്ഞിട്ട് ബസ് ഇറങ്ങിയിട്ട് നടക്കാൻ തുടങ്ങിയതാണ്. പട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഇന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്തെങ്കിലും ഒന്ന് പറയുമോ? നല്ല സുഖം ഗായ്സ്. ഞങ്ങൾ ഇപ്പോഴാണൊന്ന് ഇരിക്കുന്നേ. അയ്യോ, ഇരുന്ന് കഴിഞ്ഞപ്പോൾ നല്ല സുഖമുണ്ട്. കാലിൻ്റെ ഉള്ളിലൊക്കെ, കാലിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ എന്തോ ഒരു ബട്ടർഫ്ലൈ പറക്കണ മാതിരി ഉണ്ട്. ഓ, പക്ഷെ ഇവിടെ ഭയങ്കര എന്തോ ഒരു സാധനം. ആൾക്കാര് സാധാരണ ഞായറാഴ്ച സമയത്തൊക്കെ ബീച്ചിൽ നല്ല ആളുണ്ടാവും. പക്ഷെ ഇന്നെന്താ ആള് കുറവാ. അല്ലെങ്കിൽ ഇങ്ങനെ തിങ്ങി, ചിലപ്പോൾ മേ ബി ആയിരിക്കാം. പക്ഷെ ഒരു വൈബ് തോന്നണില്ല. ഒരു ദിവസം എൻ്റെ പൊന്നൊന്നും പറയണ്ട, ഇങ്ങനെ കാണിങ്ങനെ കുത്താൻ പറ്റാത്ത രീതിക്ക് ആൾക്കാർ. പിന്നെ ഞങ്ങൾ പോവുക ചെയ്തത്. അപ്പോൾ കുറച്ചൊക്കെ ഇരിക്കട്ടെ. നല്ല വയ്യ, നല്ല വയ്യാന്ന് വയ്യ. നല്ല രസമല്ലേ കാണാൻ? ഒറ്റപ്പെട്ട മരം, ദൂരെ അതാ കടല്, വിശാലമായ കടല്, പിന്നെ 2 മാങ്ങാമുറികൾ. ആരാ ഇത്? ആരോ കണ്ണേട്ടനാണ് ഗൈസ്. കണ്ണേട്ടനെ നിങ്ങൾ കാണുന്നുണ്ടോ? ചേച്ചി കമൻറ്റ് ചെയ്യണം കണ്ണേട്ടനെ കണ്ടാൽ. കണ്ണേട്ടൻ വൈറലായി. ഓക്കെ, അപ്പം ഞങ്ങൾ കുറച്ചേരി ഇരിക്കട്ടെ. കോഴിക്കോടിൻ്റെ വിജനമായ വഴിയിലൂടെ, അതും ഞായറാഴ്ച ഇത്രയും വിജനമായിട്ടുള്ള വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കാണണം. ഭയങ്കര കുറവല്ല. എന്തെങ്കിലും കഴിച്ചാലോ? കഴിക്കാം. ചെന്ത വേണ്ടേ? ഉപ്പിലിട്ടൊന്ന് വാങ്ങാം ഗൈസ്. ഒരു പൈനാപ്പിള്, വാങ്ങാം. ഞാൻ പൈനാപ്പിളിന് ശേഷം ക്യാരറ്റ് ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്.
വാഴ്ത്തിയ മാങ്ങ എടുത്തു. ചേട്ടാ ഒരു കാടമുട്ട തരുമോ? ആ ചെമ്മീനാന്ന് തോന്നുന്നു. കാട കാട കാടമുട്ട. ആരോ ഇതെന്താ ചേട്ടാ? അതാ കോളിഫ്ലവർ ഉണ്ടോ? മതി മതി. ഞങ്ങൾ വാങ്ങിയ കാടമുട്ടയും കോളിഫ്ലവറാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കാടമുട്ട ഞാനങ്ങനെ കഴിക്കാറില്ല, എന്നാലും ആദ്യമായിട്ട് ഞാൻ മുട്ടന്റെ മഞ്ഞ കഴിച്ചു. പക്ഷെ ഇതിന് മറ്റേ മുട്ടന്റെ ആ ഒരു ടേസ്റ്റ് ഇല്ല. നമുക്ക് കോളിഫ്ലവർ കഴിച്ചു നോക്കാം. കൊള്ളാം. ഇന്നത്തെ അതെ ബീച്ച് ഡേറ്റ് കഴിഞ്ഞു. പോട്ടെ ഇനി ഞങ്ങൾ കുറെ വള്ളിയും വലകളും പിടിച്ചു വെച്ചിട്ടുണ്ട്. കുറെ വള്ളിയും വലയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ വള്ളിയും വല എടുത്തിട്ട് ഞങ്ങൾ എല്ലാരും പോവുകയാണ്. ഇനി നേരെ പോകും. ചേട്ടാ പുതിയ സ്റ്റാൻഡ് പോവാം. അപ്പൊ ഞങ്ങളൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓട്ടോയിൽ കയറട്ടെ. നല്ല പാട്ടൊക്കെ ഉണ്ടല്ലോ. യൂണിവേഴ്സിറ്റി ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ ചെറിയതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വിശക്കും. അപ്പം ഞങ്ങളൊരു ലോഡഡ് ഫ്രൈസും ആദ്യത്തെ ഒരു സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തിരിക്കണം. അപ്പോൾ അത് വന്നിട്ട് കഴിക്കുക. അല്ലാണ്ട് ചിലപ്പോൾ ഇനി ഹോസ്റ്റലിൽ പോകുമ്പോഴേക്കും രാത്രി വിശക്കുക, പിന്നെ രാത്രി ചിലപ്പോൾ കരയേണ്ടി വരും. അപ്പോൾ ചായയുണ്ട്, ചൂട് ചായ. വിളിച്ച ചായ ലവേഴ്സ് കമന്റ് എല്ലാവരും അഭിപ്രായം പറയണ്ടേ അല്ലേ? നിങ്ങൾ അഭിപ്രായം പറയും. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ സ്വീകരിക്കും. ഓക്കെ, നമ്മൾ കഴിക്കട്ടെ. കഴിച്ചിട്ട് ഇനി നേരെ ഹോസ്റ്റലിൽ പോയിട്ട് ടയേർഡായിട്ട് വയ്ക്കാം. ഗൈസ് ലോഡഡ് ഫ്രൈസ് കിട്ടിയായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ക്വാണ്ടിറ്റി പറഞ്ഞാൽ നല്ല രീതിക്കുണ്ട്. അപ്പോൾ തിന്നാൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ തിന്നും. ഐ കാൺ ഡു. ഓക്കെ, യൂണിവേഴ്സിറ്റിയിൽ ജ്യൂസി സിറ്റി പറഞ്ഞിട്ടൊരു ഷോപ്പാണ്. കുഴപ്പമില്ല, 340 രൂപ. നോർമൽ ലോഡഡ് ഫ്രൈസാണിത്. കൊള്ളാം. ഞാൻ തിന്നിട്ട് വരട്ടെ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പ്രയാണം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ ഹോസ്റ്റലിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും ഒരുപാട് പേര് കാണുന്നുണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണാൻ ശ്രമിക്കുക.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. പിന്നെ എല്ലാവരുടെ അടുത്തും പോരായ്മകളുണ്ട്, തിരുത്താം. അപ്പോൾ നിങ്ങളെ സജഷനൊക്കെ പറയുക. നിങ്ങളെ ഓരോ വിലപ്പെട്ട കമൻറ്റുകളാണ് എനിക്ക് ഇനിയും എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഒരു പ്രചോദനം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അയ്യോ റോട്ടിൽ നല്ല വണ്ടി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഹോസ്റ്റലിൽ എത്താതെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് എത്തി. അപ്പോൾ എന്താ നിങ്ങളെല്ലാവരും എന്താ ഞാൻ പറയാൻ വേണ്ടി വന്നത്, എല്ലാം പോയി കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ കൊളാക്കുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ഫ്രണ്ട്സ്.